ഹലോ ഗായ്സ്. അപ്പോൾ ഇത് തിരുവോണ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. സമയം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ പൂവൊക്കെ വൈകുന്നേരം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാനും ചേച്ചിയും ഒക്കെ പോയിട്ട് പൂവൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പൂവൊന്നുമില്ല, ഉള്ള പൂക്കൾ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂവൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്തായാലും റേറ്റ് ഞങ്ങളത് കേട്ട് അന്തം വിട്ടു. നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ലല്ലോ, വാങ്ങാൻ പോകുമ്പോഴല്ലേ അതിൻ്റെ വില അറിയുള്ളൂ. ഞങ്ങൾ കുറച്ച് പൂവൊക്കെ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അത് വൈകുന്നേരം തന്നെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാവരും കൂടിയും ചേർന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ രാവിലെ എടുത്തിടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. കടയിൽ നിന്ന് വാങ്ങിയ പൂ മാത്രമല്ല കേട്ടോ, പിന്നെ അത് കൂടെയൊക്കെ ഞങ്ങൾ പറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ പൂക്കളുണ്ട്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴയത്ത് കൂടെ പോയിട്ടാണ് ഞങ്ങൾ പൂവൊക്കെ പറിച്ചുണ്ടാക്കിയത്. കൺമണി പിന്നെ ഇന്നലെ തന്നെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെയും കൂടി വിളിക്കണേ പൂവിടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കിടന്നത്. പക്ഷേ ഞങ്ങൾ എണീറ്റ് വരുമ്പോഴത്തേനും അവൾ ഞങ്ങളുടെ പിന്നാലെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓണം എന്ന് പറയുമ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ തറവാട്ടിലായിരിക്കും കേട്ടോ കൂടുക. ബാക്കി എല്ലാവരും അവനവൻ്റെ എല്ലാ ഓണത്തിനും അവനവൻ്റെ വീട്ടിലാണെങ്കിലും ഓണത്തിന് ഞങ്ങൾ തറവാട്ടിലാവും കൂടുക. അത് ഞങ്ങൾ മുടക്കാറില്ല. പൂവിടാൻ വേണ്ടി ഡിസൈനൊക്കെ അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ നന്ദുട്ട എണീറ്റ് വന്ന് എൻ്റെ അടുത്ത് തോളത്ത് എടുക്ക് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പൂവിടുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവനോട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചപ്പോൾ കുട്ടി ഒതുങ്ങി. പിന്നെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടു, അങ്ങനെ റെഡിയാക്കാൻ തുടങ്ങി. അമ്മ അടുക്കളയിലാണ് കേട്ടോ. അമ്മ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പൂവിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണേ. ഈ പച്ചക്കളറ് മാവിൻ്റെ ഇല അരച്ചിട്ട് അങ്ങനെ ഇടുക കേട്ടോ. ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയി എന്തായാലും. അപ്പോൾ ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യണേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ്. ഓരോ നാട്ടിലും ഓരോ രീതിക്കാണല്ലോ. അപ്പോഴേക്കും സുമേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി സുമേട്ടനാണ്. അപ്പോൾ അമ്പലക്കുളത്തിൽ താമര വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി സെൻറ്ററിൽ താമര എടുത്ത് വെച്ചു. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറിയിട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് സാമ്പാർ ഉണ്ടാക്കാനാണ്. ചേച്ചി കാശിക്കുട്ടനെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സാമ്പാറിൻ്റെ പരിപാടി ഞാൻ എന്തായാലും വേഗം ചെയ്യുന്നുണ്ട്. ചേച്ചി അപ്പോൾ തേങ്ങ ചതയ്ക്കാൻ വേണ്ടി നോക്കാം കേട്ടോ, അവിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയ്ക്ക് പച്ചമുളകും വെളുത്തുള്ളി ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് ചതച്ച് അതിൻ്റെ കൂട്ട് നോക്കുകയാണ് കേട്ടോ. രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവിയൽ അടുപ്പത്തുണ്ട്. അങ്ങനെ അത് ചേച്ചി ഒക്കെ റെഡിയാക്കി വീതനേൻ്റെ അടിയിലേക്ക് ഞങ്ങൾ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ആയ വിഭവങ്ങളൊക്കെ ഈ വീതനേൻ്റെ അടിയിലേക്കാണ് വെക്കേണ്ടത്. കുട്ടികളെങ്ങാനും വന്ന് ചവിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തട്ടിമുട്ടി കുഞ്ഞടുക്കളയാണ്, അപ്പോൾ അതിൽ സ്പേസ് കമ്മിയായിരിക്കുമല്ലോ. ഉപ്പേരിയൊക്കെ ആയത് വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി അങ്ങനെ അതൊക്കെ മാറ്റുകയാണ്. ഇപ്പോഴാണ് കൺമണി ഈ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഓരോ കോപ്രായങ്ങൾ കാട്ടും. ഞങ്ങളൊക്കെ ഇലയിൽ ചോറ് മാത്രം കഴിച്ചിരുന്നു. കുറച്ച് കൊടുത്താൽ കേട്ടോ. ഇത് കൂട്ടുകറിക്കുള്ള ഇത് നോക്കുകയാണ് ചേച്ചി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് എന്തൊക്കെയോ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കൂട്ടുകറിപ്പരിപ്പും പിന്നെ കുമ്പളങ്ങ ചേന ഇത് മൂന്നും കൂടി ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ വെക്കണത്. ഇതിൽ ശർക്കര ഇടുന്നവരുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അതിനോട്, അതുകൊണ്ട് ശർക്കര ഇടുന്നില്ല കേട്ടോ. മാറി കുടിച്ചു തൊട ചെടിയെ പോലെ മേത്ത കൂടെ ഈ ഇല കാണിക്കുന്നത് ആവശ്യം പോടാ. കുളി കഴിഞ്ഞ് വന്നിരിക്കുന്നു ഗൈസ്. കണ്ടോളൂ. ഞങ്ങൾ ഇനി കൂട്ടുകറിയും പായസം മാത്രം ആവണം കേട്ടോ, ബാക്കിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുക്കളയിലാണ്. പപ്പടം കാട്ടാം. മോറമ്മ പപ്പടത്തിനാണ് ഗൈസ് ഇവിടെ ചിലവ് കൂടുതൽ. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ?
എനിക്ക് കട്ട് ചെയ്ത് അത് മാത്രം കട്ട് ചെയ്ത് ഇല്ല ഇല്ല എന്റെ സ്വഭാവം വേണം. അതൊരു പച്ചക്കൂട്ടം കത്തി കൊണ്ടൊക്കെ പപ്പടം കറ്റുന്ന കാണാം. ഗൈസ് ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്, ഞങ്ങൾ കത്തി കൊണ്ടാണ് പപ്പടം കച്ച ഗൈസ്, ഇല്ലാണ്ടൊന്നും അല്ല കേട്ടോ. ഉറക്കെ പറഞ്ഞ കേട്ടില്ല. ഗൈസ് ഞങ്ങൾ പപ്പടം ഇതെന്താ എന്തിലാ കാച്ചിട്ടിടുക? എന്തിനാ ഇടുക? അത് പപ്പടം കാച്ച കവർ ധരിക്കുന്നുണ്ട്. ആദ്യം പപ്പടം കൂടി കാച്ചാറിയില്ല, ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചത്. പേടിയാണ്. ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു. മാറ് ലക്ഷപ്രഭൂതിയാണ് അതൊക്കെ കത്തിക്കഴിഞ്ഞപ്പോ അവര് അപ്പൊ നമുക്ക് ചോറിലെന്ത് കിട്ടിയ അമ്മാര് ഇതില നടക്കണേ. എനിക്കൊരു 2-3 ഷർട്ടില് ഫോട്ടോ എടുക്കാൻ. നമ്മുടെ ടൈലർ സൂപ്പറാ സുമേട്ടാ, ഇടയ്ക്ക് കിളി പോകുന്നുള്ളൂ. ഒരു 500-1000 ഒക്കെ ഞാൻ കിളി പോലെ ഞാൻ അടിച്ചു തരും. ആണെന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും അടിപൊളി ഫാഷനിക്ക് അടിച്ചോടെ. തന്ന് നോക്ക് അപ്പഴല്ലേ. അങ്ങനെ ഏകദേശം കറികളും ഒക്കെ ആയിട്ടോ. പിന്നെ പപ്പടം കാച്ചേണ്ട ഡ്യൂട്ടി എനിക്കായതുകൊണ്ട് ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി പായസം കൂടി ആയാൽ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. കൺമണിയാണ് കേട്ടോ വിളമ്പണ ആള്. അവള് വഴേൻ്റെ രണ്ട് സൈഡിലും വിളമ്പുന്നുണ്ട്. ഞങ്ങളപ്പോൾ സദ്യ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.